Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone, welcome back to the video tutorial. The last video we dealt the textual activities of the last lesson. Today we are starting a new lesson and the new lesson named The Danger of a Single Story. This is neither a story nor a poetry, but the lesson is the speech of well-known African English writer Chimamanda Ngozi Adichie, and the author had done a TED Talk on 2011 and later it turned to be the lesson of 10th standard. And first we can check what should be the meaning of the title, then about the author. So without wasting any moment, let's roll on. The danger of a single story. ഈ ഒരു പ്രസംഗത്തിന് ഈ ഒരു പേര് നൽകിയതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സിംഗിൾ സ്റ്റോറി എന്ന ഈ വാക്ക് എഴുത്തുകാരി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായ ധാരണകളെ കാണിക്കാൻ, അതുമല്ലെങ്കിൽ സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം തിരിച്ചറിയുന്നതിനെ കാണിക്കാൻ, ഒരു പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് സിംഗിൾ സ്റ്റോറി എന്ന ഒരു വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗിൾ സ്റ്റോറി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ജനതയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുമാകട്ടെ അതിനെക്കുറിച്ച് നമ്മൾക്ക് പകുതി മാത്രം അറിവുണ്ടാവുക, ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ സിംഗിൾ സ്റ്റോറി എന്ന വാക്കുകൊണ്ട് എഴുത്തുകാരി ഉദ്ദേശിച്ചിരിക്കുന്നത്. The Danger of a Single Story, a 2009 TED Talk by Chimamanda Adichie, a young Nigerian author, provides a powerful tool for the facing history classroom. She argues that inherent in the power of stories is a danger, and the danger of only knowing one story about a group. About the author, Chimamanda Ngozi Adichie. Born September 15, 1977. ചിമമൻഡയുടെ ജനനം 1977 സെപ്റ്റംബർ 15 ഈസ് എ നൈജീരിയൻ നോവലിസ്റ്റ്, നോൺ ഫിക്ഷൻ റൈറ്റർ ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അറിയപ്പെടുന്ന ഒരു നൈജീരിയൻ നോവലിസ്റ്റാണ്. അതോടൊപ്പം തന്നെ ചെറുകഥാ സമാഹാരങ്ങൾ എഴുതാറുണ്ട്. നോൺ ഫിക്ഷൻ റൈറ്റിംഗ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള എഴുത്തുകളും അവരുടെ തൂലികയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് യമങ് യങ് ആംഗ്ലോഫോൺ ഓതേഴ്സ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ആഫ്രിക്കൻ സാഹിത്യത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നൈപുണ്യമുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുതുതലമുറയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് ചിമമൻഡ ngozi Adichie എന്ന എഴുത്തുകാരി. Her works include Purple Hibiscus, Half of Yellow Sun and American. സോ അവരുടെ പ്രധാനപ്പെട്ട എഴുത്തുകളാണ് Purple Hibiscus, Half of a Yellow Sun എന്നീ തുടങ്ങിയിട്ടുള്ള എഴുത്തുകളൊക്കെ, അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളൊക്കെ ഈ ലോകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുള്ള, അതുമല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകളാണ്. Chimamanda Ngozi Adichie, she is belonging to Nigeria and one of the well-known Nigerian novelist. Same time she is a short story writer too, and born on 1977. And she is an Anglophone writer. Anglophone writer means who is have a capability to use the foreign language perfectly. So she had that capability to use the foreign language called English in a perfect way. That's why she is belonging to the Anglophone writer, and her works are very important and that have that much of warm welcome on this world. Purple Hibiscus and Half Yellow Sun, these are the important works of the writer Chimamanda Ngozi Adichie. Now we can analyze the speech. I'm a storyteller. ഞാനൊരു കഥ പറച്ചിലുകാരിയാണ്. And I would like to tell you a few personal stories about what I like to call the danger of a single story. എനിക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്. അതിൻ്റെ പേഴ്സണൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കഥകളെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. I grew up on a university campus in eastern Nigeria. ചിമമൻഡ വളർന്നത് ഒരു ഈസ്റ്റേൺ നൈജീരിയയിലെ ക്യാമ്പസിലായിരുന്നു, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. My mother says that I started reading at the age of 2. അമ്മ പറയുമായിരുന്നു ഞാൻ വായിക്കാൻ തുടങ്ങിയത് എൻ്റെ 2ാമത്തെ വയസ്സിൽ ഞാൻ വായിക്കാൻ തുടങ്ങിയെന്ന്. Although I think it probably happened when I was 4. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത് എന്നാണ്. So I was an early reader. ഞാൻ നേരത്തെ വായിക്കാൻ തുടങ്ങിയ ഒരു വായനക്കാരിയായിരുന്നു. And what I read
വെയോ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്ക്. പക്ഷേ ഞാൻ വായിച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കക്കാരായിട്ടുള്ള എഴുത്തുകാർ എഴുതിയിട്ടുള്ള ബാലസാഹിത്യങ്ങളായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ അമ്മ 2 വയസ്സിൽ വായിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും പരാതി പോലെയോ അമ്മ കള്ളം പറയുന്നതായിട്ടോ അല്ല എഴുത്തുകാരി ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രസംഗത്തിൻ്റെ ഉടമ പറയുന്നത്. കാരണം ഏതൊരമ്മയ്ക്കും ഒരു മാതൃവാത്സല്യം എപ്പോഴും ഉണ്ടായിരിക്കും. തൻ്റെ മക്കൾ നല്ല രീതിയിൽ വരുമ്പോൾ അവരെക്കുറിച്ച് കുറച്ചൊക്കെ പൊക്കി പറയുക എന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അമ്മ 2 വയസ്സിലെ വായിക്കാൻ തുടങ്ങി എൻ്റെ മകളെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതൊരു വാത്സല്യത്തിൻ്റെ ഭാവത്തിലാണ് ഈ 2 വയസ്സിലുള്ള വായനയെ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. In the first paragraph, the speaker, Chimamanda Ngozi Adichie, she was saying that she is a storyteller and she born on a university campus and she lived and she grew up on that university campus. And her mother said that she started to read at the age of 2. But she believes that she started to read the books at the age of 4. And she were read the books of British and American people who wrote the children's book. Those books are read by our author. And she was saying that today she just like to share some thoughts or the personal stories of her, and she would like to call that personal stories like a danger of a single story. The second paragraph, I was also an early writer. ഞാൻ നേരത്തെ എഴുതാൻ തുടങ്ങിയ ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു. And when I began to write at about the age of 7, 7ാമത്തെ വയസ്സിൽ ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. Stories in pencil with crayons illustrations that my poor mother was obligated to read. 7ാമത്തെ വയസ്സിൽ പെൻസിൽ കൊണ്ട് അവർ കഥകൾ എഴുതുമായിരുന്നു. ക്രയോൺസ് ഉപയോഗിച്ചുകൊണ്ട് ആ കഥയിലെ കഥാപാത്രങ്ങളെ വരച്ചു വെക്കുമായിരുന്നു. അപ്പോൾ ആ ചിത്രങ്ങളെയും അല്ലെങ്കിൽ ആ കഥയും ഒക്കെ വായിക്കാൻ നിർബന്ധിച്ച് വായിപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മയെ കൊണ്ടായിരുന്നു. അമ്മ അത് നിർബന്ധപൂർവ്വം വായിച്ചിരിക്കണമെന്നൊരു വാശി ആ കുട്ടിക്കുണ്ടായിരുന്നു. I wrote exactly the kinds of stories I was reading. എങ്ങനെയുള്ള കഥകളായിരുന്നു അവർ വായിച്ചിരുന്നത്? ആ രീതിയിലുള്ള കഥകളായിരുന്നു ചിമമണ്ട ചെറുപ്പത്തിൽ എഴുതിയിരുന്നത്. All my characters were white and blue-eyed and they played in the snow. അവരുടെ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ വെളുത്ത വർഗ്ഗക്കാരായിരുന്നു, അതുപോലെ തന്നെ നീല കണ്ണുള്ളവരായിരുന്നു. ദേ പ്ലേഡ് ഇൻ ദ സ്നോ, മഞ്ഞിൽ കളിക്കുന്നവരായിരുന്നു. ദേ എയ്റ്റ് ആപ്പിൾസ്, അതുപോലെ അവർ കഴിച്ചിരുന്നത് ആപ്പിളായിരുന്നു. ആൻഡ് ദേ ടോക്ഡ് എ ലോട്ട് അബൌട്ട് ദ വെദർ, അവർ സംസാരിച്ചിരുന്നതൊക്കെ കാലാവസ്ഥയെക്കുറിച്ചായിരുന്നു. ഹൗ ലവ്ലി ഇറ്റ് വാസ് ദാറ്റ് സൺ ഹാഡ് കം ഔട്ട്, സൂര്യൻ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ മറ നീക്കി പുറത്തു വരുമ്പോൾ ആ സൂര്യൻ വന്നത് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനതയായിരുന്നു അവർ ചിത്രീകരിച്ചിരുന്നത്. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ, പക്ഷേ ഞാൻ ഒരിക്കൽ പോലും നൈജീരിയയ്ക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. വി ഡിഡ്ന്റ് ഹാവ് സ്നോ, നൈജീരിയയിൽ ഒരിക്കലും ഞങ്ങൾക്ക് മഞ്ഞുണ്ടായിരുന്നില്ല. വി എയ്റ്റ് മാംഗോസ്, ഞങ്ങൾ ആപ്പിൾ ആയിരുന്നില്ല കഴിച്ചിരുന്നത്, പകരം മാങ്ങയായിരുന്നു. ആൻഡ് വി നെവർ ടോക്ഡ് അബൌട്ട് ദ വെദർ, ഞങ്ങൾ ഒരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നില്ല. ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു, അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ തുടക്കത്തിൽ പറയുന്നത് അവരുടെ ക്യാരക്ടേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയുന്നത് അതൊക്കെ ഒരു യൂറോപ്യൻ കോൺസെപ്റ്റിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. യൂറോപ്യൻ കോൺസെപ്റ്റിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ പീപ്പിൾ എപ്പോഴും അവരൊരു കാഷ്വൽ ടോക്കിനിടയിൽ അവരെപ്പോഴും കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ വായിച്ചറിഞ്ഞ ആ കഥാപാത്രങ്ങളെ ആയിരുന്നു അവർ അതുപോലെ തന്നെ തൻ്റെ കഥയിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത് എന്നതാണ് ഈ പാരഗ്രാഫിലൂടെ പറയുന്നത്. വായിച്ചറിഞ്ഞത് എന്താണോ അതേപോലുള്ള ക്യാരക്ടേഴ്സിനെ അവർ പോർട്രേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. In the second paragraph, Chimamanda Ngozi Adichie, the author or the speaker, she is disclosing that how the book is affecting or making an impact on child's mind. Because she started to write at the age of 7 and she wrote it with pencil and she used crayons for the illustration, and her mother obligated to read that. She wrote her stories what she read in that American British books, and she just portrayed the characters just like the foreign people, like a white color, and they have the blue eyes and they played in a snow and they ate apples and they talked about weather. So she just portrayed the characters and their behaviors from what she read from that book. And she was saying that she never been outside Nigeria. She don't how the snow look like, or what is the taste of that apple, and because they ate mangoes, they never ate any apples, and they never talked about weather. But she wrote it those things. She got these ideas from what she had read.
മൂന്നാമത്തെ പാരഗ്രാഫിലൂടെ ചിമമൻഡ അഡിച്ചി തനിക്കുണ്ടായ ആ ഒരു തെറ്റിദ്ധാരണ, പുസ്തകം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിനോട് അവർക്കുണ്ടായ തെറ്റിദ്ധാരണയെക്കുറിച്ചാണ് നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. വാട്ട് ദിസ് ഷോസ്, എന്താണിത് കാണിക്കുന്നത്? ഐ തിങ്ക് ഈസ് ഹൗ ഇംപ്രഷനബിൾ ആൻഡ് വൾണറബിൾ വി ആർ ഇൻ ദ ഫേസ് ഓഫ് എ സ്റ്റോറി, പെർട്ടിക്കുലർലി ആസ് എ ചിൽഡ്രൻ. ഫോറിൻ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോറിൻ ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇംപ്രഷനബിളാണ്, അതേ സമയത്ത് അപകടകരവുമാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് കുട്ടികളെയാണ്. ബിക്കോസ് ഓൾ ഐ ഹാഡ് റെഡ് വെയർ ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വെയർ ഫോറിൻ. ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊക്കെ, ആ പുസ്തകങ്ങളിലെയൊക്കെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഫോറിനേഴ്സ് ആയിരുന്നു. I had become convinced that books by their very nature had to have foreigners in them. അങ്ങനെ അത്തരം പുസ്തകങ്ങൾ ഞാൻ കുറേ വായിച്ചു കഴിഞ്ഞ ശേഷം എൻ്റെ ഉള്ളിലുണ്ടായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഫോറിനേഴ്സ് ആയിരിക്കണം എന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, ഹാഡ് ടു ബി അബൌട്ട് തിങ്സ് വിത്ത് വിച്ച് ഐ കുഡ് നോട്ട് പേഴ്സണലി ഐഡൻറ്റിഫൈ. ആ ഒരു കഥയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വിചിത്രമായി തോന്നുന്ന ഒരു സംഭവങ്ങളായിരിക്കണം ഒരു പുസ്തകത്തിലൂടെ വിവരിക്കേണ്ടത് എന്ന ഒരു തെറ്റിദ്ധാരണ കൂടി ഈ പുസ്തകങ്ങൾ ചിമമൻഡ നഗോസി അഡിച്ചി എന്ന എഴുത്തുകാരിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു വായനക്കാരുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. നൗ തിങ്സ് ചേഞ്ച്ഡ്. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്, ആഫ്രിക്കക്കാരായ എഴുത്തുകാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ കണ്ടെത്തി കഴിഞ്ഞ ശേഷം ആ ഒരു ചിന്താഗതിക്കൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ആൻഡ് ദേ വേർ ഇൻ മെനി ഓഫ് ദം അവൈലബിൾ. അധികമൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല ഈ ആഫ്രിക്കൻ പുസ്തകങ്ങൾ. ആൻഡ് ദേ വേർ ഇൻ ക്വൈറ്റ് ആസ് ഈസി ടു ഫൈൻഡ് ആസ് ദ ഫോറിൻ ബുക്സ്. ഫോറിൻ ബുക്സിനെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല അത് കണ്ടെത്തുക എന്ന് പറയുന്നത്. ബട്ട് വെൻ ഐ റെഡ് ചിനുവ അച്ചീബി ആൻഡ് കമാര ലൈ, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. അങ്ങനെ ചിനുവ അച്ചീബിയെ പോലെ, ക്യാമറ ലിയെ പോലെയൊക്കെയുള്ള ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ, ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കറുത്ത നിറമുള്ള, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ നിറമുള്ള ആ ഒരു സ്കിന്നൊക്കെയുള്ള ആൾക്കാർക്കും, അതുപോലെ കിങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്കുമൊക്കെ ഈ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളാകാൻ വേണ്ടി കഴിയുമെന്നുള്ള തിരിച്ചറിവായിരുന്നു ആഫ്രിക്കൻ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയത്. അതുവരെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഫോറിനേഴ്സ് മാത്രമായിരിക്കണം കഥാപാത്രങ്ങൾ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അതിൽ വായിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ നിത്യജീവിതത്തിൽ നടക്കാത്ത വിചിത്രമായ കാര്യങ്ങളായിരിക്കണം എന്നുള്ള മറ്റൊരു മിഥ്യാബോധവും അവരിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയത് ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്തായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ്. ഞാൻ എന്താണോ തിരിച്ചറിഞ്ഞത് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കഥകൾ ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഐ ലവ് ദ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഐ റെഡ്. ഞാൻ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നു. ദേ സ്റ്റീർഡ് മൈ ഇമാജിനേഷൻ ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ മീ. സത്യത്തിൽ ആ പുസ്തകങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന എഴുത്തുകാരിയാവുക എന്നുള്ള ആ ഒരു ഇമാജിനേറ്റീവ് കപ്പാസിറ്റിയൊക്കെ എന്നിലേക്ക് കൊണ്ടുവന്നത് ആ പുസ്തകങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് മുന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെ തന്നെ തുറന്നു തന്നത്. അവർ നൈജീരിയയ്ക്ക് പുറത്ത് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈജീരിയയ്ക്ക് പുറത്തുള്ള യൂറോപ്യൻ കൺട്രീസിലെ കസ്റ്റംസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചത്, ഒരു പുതിയ ലോകം തന്നെ തുറന്നു കൊടുത്തിരുന്നത് ഈ പുസ്തകങ്ങളായിരുന്നു. But African writers saved me from having the single story of what books are. പക്ഷേ ആഫ്രിക്കൻ പുസ്തകങ്ങളാണ് സത്യത്തിൽ എന്നെ പുസ്തകം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനോട് എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെ മാറ്റിമറിച്ചത്. ക്യാരക്ടേഴ്സൊക്കെ വെളുത്തവർക്കാരല്ല എന്നും, അതുപോലെ തന്നെ അതിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിത്യജീവിതത്തിൽ നടക്കുന്നതായാലും പ്രശ്നമില്ല എന്നുള്ള സംഗതികളൊക്കെ അവർക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി സഹായിച്ചത് ആഫ്രിക്കൻ പുസ്തകങ്ങളായിരുന്നു എന്നുകൂടി ഈ പാരഗ്രാഫിൽ ചിമമൻഡ നഗോസി അഡിച്ചി പറയുന്നുണ്ട്. On the third paragraph, Chimamanda Ngozi Adichie, the speaker, disclosing that how these foreign books affecting the kids and their mentality. And she was saying that she read the books of American and British authors, the children's books, and she got an idea like the books means and the characters means should be foreigners, and the things or the actions appearing on the books should be unusual things, whatever the things can't
happen on our daily life. But she discovered some African books and she realized that these thoughts are, it's a faulty thoughts. And she realized while reading the Chinua Achebe Camera Lay, and she realized that a book means anyone can be a character, and the action should be maybe in a daily life actions or unusual things, whatever things can be an action on a book. And she was saying that actually these African literature saved her from a single story about books or her inconvenient thoughts or some faulty thoughts about books. And she was saying that she loved or she likes to read the American British books because that actually made her to be more imaginative, and that books took her to the new world, and she just discovered a new lifestyle, and she had known more about European life. I come from a conventional middle class Nigerian family. ഞാൻ വരുന്നത് ഒരു പരമ്പരാഗതമായിട്ടുള്ള മിഡിൽ ക്ലാസ് നൈജീരിയൻ കുടുംബത്തിൽ നിന്നാണ്. മൈ ഫാദർ വാസ് എ പ്രൊഫസർ. എൻ്റെ അച്ഛൻ ഒരു പ്രൊഫസർ ആയിരുന്നു. മൈ മദർ വാസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. എൻ്റെ അമ്മ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ആൻഡ് സോ വി ഹാഡ് ആസ് വാസ് എ നോം ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു ശീലമുണ്ടായിരുന്നു, പുറത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുക എന്ന് പറയുന്നത്. ഹൂ വുഡ് ഓഫ്റ്റൻ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്. അങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത് അടുത്തുള്ള ഗ്രാമങ്ങളിലെ റൂറൽ വില്ലേജുകളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. സോ ദ ഇയർ ഐ ടേൺഡ് 8 വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്. എനിക്ക് 8 വയസ്സുള്ള സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് 8 വയസ്സ് പ്രായമായപ്പോൾ അവിടേക്ക് എൻ്റെ വീട്ടിലെ ജോലികൾക്കായിട്ട് ഒരു പുതിയ കുട്ടി അങ്ങോട്ട് വന്നു. ഒരു ആൺകുട്ടിയായിരുന്നു അത്. ഹിസ് നെയിം വാസ് ഫിഡെ. ആ കുട്ടിയുടെ പേര് ഫിഡെ എന്നായിരുന്നു. ദ ഓൺലി തിങ് മൈ മദർ ടോൾഡ് അസ് അബൌട്ട് ഹിം വാസ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് വെരി പുവർ. അവനെക്കുറിച്ച് എൻ്റെ അമ്മ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ അമ്മ എന്നോട് ആകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവൻ്റെ കുടുംബം എന്ന് പറയുന്നത് പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയി കഴിയുന്ന വളരെ പുവർ ആയിട്ടുള്ള ഒരു കുടുംബമാണെന്നാണ്. മൈ മദർ സെൻഡ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ് ടു ഹിസ് ഫാമിലി. എൻ്റെ അമ്മ സാധാരണ വീട്ടിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും, യാംസ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, അതുപോലെ തന്നെ അരിയും ആൻഡ് ഓൾഡ് ക്ലോത്ത്സ്, ഞങ്ങളുടെ പഴയ തുണിത്തരങ്ങളുമൊക്കെ അവൻ്റെ കുടുംബത്തിലേക്ക് അയക്കുമായിരുന്നു. വെൻ ഐ ഡിഡ്ന്റ് ഫിനിഷ് മൈ ഡിന്നർ മൈ മദർ വുഡ് സേ ഫിനിഷ് യുവർ ഫുഡ്, ഡോണ്ട് യു നോ പീപ്പിൾ ലൈക്ക് ഫിഡേസ് ഫാമിലി ഹാവ് നത്തിങ്. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെയാണോ രാത്രിയിലെ ഭക്ഷണം വേണ്ട എന്ന് വെച്ച് മാറ്റി വെക്കുന്നത്, ആ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മ പറയുമായിരുന്നു അത് മുഴുവൻ കഴിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെടുമായിരുന്നു. കാരണം ഫിഡയുടെ ഫാമിലിയെ പോലുള്ള കുറേ ഫാമിലീസ് ഭക്ഷണം കിട്ടുന്നില്ല എന്ന ഒരു ന്യായവും അമ്മ പറയാറുണ്ടായിരുന്നു. സോ ഐ ഫെൽറ്റ് എനോമസ് പിറ്റി ഫോർ ഫിഡേസ് ഫാമിലി. അങ്ങനെ കേട്ട് ഫിഡയുടെ കുടുംബത്തെക്കുറിച്ച് അവർ പാവപ്പെട്ടവരാണെന്ന് കേട്ട് എനിക്ക് ഫിഡയുടെ കുടുംബത്തോട് ഒരു വല്ലാത്ത സഹാനുഭൂതി തോന്നിയിരുന്നു. In this paragraph, the speaker was recalling or recollecting few memories from her early life. She was saying that when she turned to 8, at that time she got, or her family got, a new house boy named Fide. And always her mother told that Fide's family is very much poor. And her mother sent yams, rice, old clothes to Fide's family. So always they said that Fide's family is very poor, very poor, very poor. Those words made her like she felt a pity feeling towards Fide. And she was saying that her father was a professor and her mother was a administrator. And Chimamanda Ngozi Adichie born on a Nigerian middle class family, and always they have a servant on her home also. Then one Saturday we went to his village to visit, and his mother showed us a beautifully patterned basket of dyed raffia that his brother has made. അങ്ങനെ ഒരു ശനിയാഴ്ച ഞങ്ങൾ ഫിഡയുടെ ആ ഒരു നാട്ടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് ഒരു യാത്ര നടത്തി. ആ സമയത്ത് ഫിഡയുടെ ഫാമിലിയിൽ അമ്മ ഞങ്ങൾക്ക് മുന്നിൽ ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൂരൽ കൊണ്ടൊക്കെ മെടഞ്ഞ ബാസ്ക്കറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ റാഫിയ എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു പാം ട്രീ ആണ്. ആ പാം ട്രീയുടെ ഇലകൾ കൊണ്ട് മെടഞ്ഞ ഒരു ബാസ്ക്കറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ബാസ്ക്കറ്റിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് ഫിഡയുടെ ബ്രദർ ചെയ്ത ഒരു വർക്കാണ്, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്കാണെന്ന് അമ്മ പറഞ്ഞു. ഐ വാസ് സ്റ്റാർട്ടിൽഡ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിമമണ്ട ഒന്ന് ഷോക്കായി, അല്ലെങ്കിൽ ഒന്ന് ഞെട്ടി. It had not occurred to me that anybody in his family could actually make something.
അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്ന് ഞെട്ടിയത് എന്ന് ചോദിച്ചാൽ, ഫിഡയുടെ ഫാമിലിയിൽ ഇതുപോലെ ക്രാഫ്റ്റി വർക്കുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ക്രിയേറ്റീവായിട്ട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് അവരൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരുന്നില്ല എന്നത് തന്നെയായിരുന്നു അതിൻ്റെ സത്യം. All I had heard about them was how poor they were, so that it had become impossible for me to see them as anything else but poor. ഞാൻ അവരെക്കുറിച്ച് കേട്ടിരിക്കുന്നതൊക്കെ അവർ പാവപ്പെട്ടവരാണ്, വളരെ പാവപ്പെട്ടവരാണ് എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. അവരിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ആർട്ട് വർക്കുകൾ ചെയ്യുമെന്നോ ക്രാഫ്റ്റി വർക്കുകൾ ചെയ്യുമെന്നോ ഇതുവരെ ചിമമണ്ടയുടെ മുൻപിൽ അല്ലെങ്കിൽ ചിമമണ്ടയോട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പാവപ്പെട്ടവർ എന്ന ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ നിലനിൽക്കാനായിരുന്നു ചിമമൻഡ നഗോസി അഡിഷി എന്ന് പറയുന്ന നമ്മളുടെ ഓതറിന് അല്ലെങ്കിൽ സ്പീക്കറിന് ഇഷ്ടം. കാരണം അവർ പറഞ്ഞു കേട്ട സത്യം എന്ന് പറയുന്നത് അവർ ഫിഡയുടെ ഫാമിലി ഒരു പാവപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കാൻ ചിമമൻഡയ്ക്ക് കഴിയുമായിരുന്നില്ല. Their poverty was my single story of them. അപ്പോൾ അവരുടെ പാവപ്പെട്ടത് അല്ലെങ്കിൽ അവരുടെ പട്ടിണി എന്ന് പറയുന്നത് എനിക്ക് ഒരു സിംഗിൾ സ്റ്റോറി ആയിരുന്നു, എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. എന്തുകൊണ്ടാണ് സിംഗിൾ സ്റ്റോറി എന്നിവിടെ പറയുന്നത്? കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, ഫിഡയുടെ ഫാമിലി അവർ കണ്ടിട്ടില്ല. ഫിഡയുടെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞു കേട്ട സത്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഫിഡയുടെ ഫാമിലിയെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അവരിൽ ആരെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്ന കാര്യമോ ക്രാഫ്റ്റി വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞു കേട്ട സത്യം എന്ന് പറയുന്നത് അവർ പാവപ്പെട്ടവരാണെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഫിഡയുടെ ഫാമിലിയെക്കുറിച്ച് ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് പാവപ്പെട്ടവർ എന്നത് മാത്രമാണ്. ഒരിക്കലും മറ്റൊരു സത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ് ഫിഡയുടെ ഫാമിലിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ സിംഗിൾ സ്റ്റോറി എന്ന് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ നിറഞ്ഞതായിരുന്നു എന്നിവിടെ പറയാൻ കാരണം. In the 5th paragraph, Chimamanda Ngozi Adichie, the speaker, the author, she was saying that one day on a Saturday, they visited Fide's rural village and Fide's family or mother showed a beautifully crafted basket in front of them. And she claimed that that basket has made by Fide's brother. And Chimamanda couldn't accommodate that fact because what she had heard about that family, it is those people are very much poor and they are struggling with their poverty. So she couldn't accommodate the fact, and she was saying that why she couldn't do that, because she made it a faulty thought, a single story about Fide's family, what her mother had told. That's why she couldn't accommodate that crafty work had done by Fide's brother. Dear students, I hope you guys understood the first 5 paragraphs of our lesson, The Danger of a Single Story. And the initial part of this lesson we stated that about the author and the importance or the meaning of the title also. So I don't want to make this class too lengthy, so we can check it out on the next video, what are the things or what are the incidents are coming on this speech.